നമുക്ക് നോക്കാം, സംഗതി സൂപ്പറാ. ബ്രേക്ക് ഡാൻസിനെ പ്രണയിച്ച യുവാക്കളെ താളത്തിനൊത്ത് തുള്ളിച്ച 40 വർഷങ്ങൾ. അതാണ് ബാബു മാസ്റ്ററുടെ ഫുട്ട് ലൂസേഴ്സ്. വർഷങ്ങൾക്കിപ്പുറം ഫുട്ട് ലൂസേഴ്സ് വീണ്ടും വൈറലാവുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് PR പ്രവീണ ഫുട്ട് ലൂസേഴ്സിനൊപ്പം 2 സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട്, നോക്കാം. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നഗരവീഥികളെ മൊത്തത്തിൽ ലൂസാക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ? അതെ അതെ, തീർച്ചയായും. ഇത് 80-ലാണ് ഈ ആശയം തുടങ്ങിയത്. അതെ, 80 എനിക്ക് തോന്നുന്നു സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ അതൊരു ഇഷ്ടമായിരുന്നു. സ്റ്റണ്ടും ഡാൻസും പഠിക്കുക എന്നുള്ളത് ആ കാലത്തൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ സിനിമകൾ കണ്ടാണ് അതിൽ നിന്നും ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായത്. ബാബു മാസ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ കുറെ അധികം പാട്ട്, ഫെയർ ആൻഡ് ലവ്ലിയെ, അതെ അതെ, ഫെയർ ആൻഡ് ലവ്ലിയെ, ഗുണ്ടുമല്ലിയെ, പിന്നെ ഗംഗാ ഗൗരി എന്ന തമിഴ് സിനിമയിൽ ഒരു 3 പാട്ട് ചെയ്തു. പിന്നെ ഹൈവേ, കുറ്റപത്രം, എഴുന്നള്ളത്ത്, കണ്ടകാവ്യം, വക്കാലത്ത് നാരായണൻകുട്ടി, പൊരുത്തം, മാട്ടുപ്പെട്ടി മച്ചാൻ, നിറയെ സിനിമകൾ. എനിക്ക് പലതും ഞാൻ മറന്നുപോകുന്നതാണ്. ഇനി ഇറങ്ങാനും 2 സിനിമയുണ്ട്. ഈ തല അജിത്ത് മോഡലാണ്. ആക്ച്വലി ഇത് നേരത്തെ ഞാൻ ഡാൻസ് സ്കൂള് തുടങ്ങിയ ശേഷം ഭയങ്കര യാത്രയായിരുന്നു. ഈ യാത്ര പോയി പല വെള്ളം കുളിച്ചും പല എണ്ണ തേച്ചും ഒക്കെ ആയിരിക്കാം ഒരു 24 വയസ്സ് കഴിഞ്ഞപ്പോഴേ മുടി നരച്ചു തുടങ്ങി ചെറുതായിട്ട്. മുടി നരച്ചെങ്കിലും ആരോഗ്യത്തിനൊരു കുഴപ്പമില്ല ഇപ്പോഴും. അതെ, ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കണം. അതെ, ഉറപ്പായി. ഇത് ബ്രദർ ഉണ്ടല്ലേ, കണ്ണാടി വെച്ച ചേട്ടാ? സജീഷ്. അതെ അതെ, ചേട്ടന്റെ വഴിയെ പിന്തുടർന്ന് വന്നതാണോ? അതെ അതെ, ചേട്ടൻ പോണ വഴി കൂടെ എല്ലാം ഞാൻ പിന്തുടരാറുണ്ട്, എല്ലാത്തിലും. അപ്പൊ ഇത് എന്തായാലും നിങ്ങൾ എല്ലാവരെയും തുള്ളിക്കും. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ പണ്ട് തുള്ളിച്ചോണ്ടിരുന്നത് ഇനിയും തുള്ളിക്കും. അല്ല, ഈ കന്നഡയൊക്കെ വെച്ചിട്ട് ഡാൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പിന്നെ നന്നായിട്ട്. പിന്നെ അതൊരു വർഷങ്ങൾക്ക് മുമ്പേ തന്ന കണ്ണാടിയാണെങ്കിൽ നമ്മുടെ ഡാൻസ് അതിന് മുമ്പേ തുടങ്ങിയതുകൊണ്ട് അത് യാതൊരു എങ്ങനെയുണ്ട്, എനർജി എങ്ങനെയുണ്ട്? ഫുൾ ഓൺ പവർ. പണ്ട് എപ്പോൾ സ്റ്റാർട്ട് ചെയ്ത അതേ സെയിം പവറിൽ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു. 7 മണി, 8, 9, 10 ഒരു 3 മണിക്കൂറൊക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ട് സാധാരണ. എങ്ങനെയുണ്ട്? അടിപൊളി. പുതിയ പിള്ളേരൊക്കെ വരുന്നുണ്ട്. പുതിയ തലമുറകളെല്ലാം വരുന്നുണ്ട്. പെൺപിള്ളേരൊക്കെ എന്താ പറയാറ്? പിള്ളേർക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. എന്തായാലും നമ്മളെ വൈറൽ വീഡിയോ കണ്ട ശേഷം കുറച്ചുകൂടി ഇൻസ്പയർ ആയിട്ട് വീണ്ടും കുറെ കൂടി മെമ്പേഴ്സ് വന്നുകൊണ്ടിരിപ്പുണ്ട്. ഇപ്പോഴും തുള്ളിക്കൊണ്ട് നിൽക്കണം എപ്പോഴും. ഡാൻസ് ഫുൾ ടൈം ഡാൻസ് ആണ്. ഈ വൈറലായ പിന്നെ ആൾക്കാരൊക്കെ എങ്ങനെ കണ്ടാ തിരിച്ചറിയുന്നുണ്ട്? തീർച്ചയായും തിരിച്ചറിയുന്നുണ്ട് എല്ലാവരും. അവരുടെ ഉദ്ദേശം തന്നെ ഡാൻസ് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡാൻസ് വഴി എനർജി, ആ എനർജി വഴി നമ്മൾക്ക് പുതിയൊരു ഊർജം, അങ്ങനെയൊക്കെയാണ് അവരുടെ ഉദ്ദേശിക്കുന്നത്. ഞാനേ ശരിക്കും ലൂസായി, ഒരു എനർജി വന്ന പോലെ ഉണ്ട്. എന്താണ് പുതിയ തലമുറയ്ക്ക് കൊടുക്കാനുള്ള മെസ്സേജ്? ഞാൻ എൻ്റെ തുടക്കകാലം മുതൽ ഇതൊരു തൊഴിലാകുമോ അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ജീവിതമാർഗമാകുമോ എന്ന് ചോദിച്ച ആൾക്കാരാണ് നിറയെ ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ നിന്ന് ഞാൻ തൊഴിലാക്കി തന്നെ കാണിച്ചു. ഒരു ചാനലോ ഇന്റർനെറ്റോ മൊബൈലോ ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പഴയ കാസറ്റുകൾ ഓടി നടന്ന് കൊണ്ടുപോയി കാണുകയും പഴയ സിനിമകൾ, അത് മനുഷ്യൻ എനിക്ക് തോന്നുന്നു മലയാളീസ് അധികം കാണാത്ത സിനിമകൾ പോലും 4-5 പ്രാവശ്യം പോയി കണ്ടാണ് ഞാൻ അവരൊന്നും ബൈഹാർട്ട് ചെയ്ത്. സോ എൻ്റെ ഫാദർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മുള്ളാണെങ്കിലും മുറുക്ക പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നിനക്ക് ലക്ഷ്യമാണ് ഉദ്ദേശമെങ്കിൽ മുള്ളാണെങ്കിൽ പോലും മുറുക്ക പിടിക്കാൻ പറഞ്ഞു. അദ്ദേഹം മരിച്ചുപോയി. അത് ഞാൻ ഇടയ്ക്ക് ഓർമ്മിക്കുന്നു. അതിലാണ് എനിക്ക് പുതിയ തലമുറയോടും പറയാനുള്ളത്, എത്ര റിസ്ക് വന്നാലും. കാരണം ഞങ്ങൾ ഡാൻസ് മാസ്റ്റർമാരെ കുറച്ചുപേർ, എല്ലാവരും അല്ല, ഞങ്ങൾ കുറച്ചുപേരേ ഉള്ളൂ കേരളത്തിനകത്ത് ആദ്യം സീനിയർ മാസ്റ്റർമാർ. ഞങ്ങൾ വെട്ടിയ വഴിയിൽ കൂടിയാണ് പുതിയ തലമുറ പോകുന്നത്. ഞങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ട ഒരു വഴി ഉണ്ടാക്കിയത്. ആ വഴിയിൽ പോകുന്ന ഇവർക്കേ ഇപ്പം വളരെ ബുദ്ധിമുട്ടും പ്രയാസം തോന്നുന്നെങ്കിൽ ഞങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാട് ഓർമ്മിക്കുക. ഉറപ്പായിട്ടും എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കുമോ എന്ന് വിചാരിക്കരുത്. ഇത് എന്നെക്കൊണ്ടേ ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിച്ചാൽ ഉറപ്പായിട്ടും സക്സസ് ആയിരിക്കും. അപ്പോൾ ഇവരിങ്ങനെ തുടരട്ടെ. അപ്പോൾ നമുക്കും പോകാം. ക്യാമറാമാൻ കൃഷ്ണപ്രസാദിനൊപ്പം PR പ്രവീണ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം. അപ്പോൾ ബാബു മാസ്റ്റർക്കൊപ്പം പ്രവീണയുടെ 2 സ്റ്റെപ്പും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബാബു മാസ്റ്റർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, മുള്ളാണെങ്കിലും മുറുക്ക പിടിക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്ത് പറഞ്ഞു കൊടുത്തത്. പരാജയങ്ങൾ ഉണ്ടാകും, പക്ഷെ അവിടെ വീണു പോകാതെ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ദൃഢനിശ്ചയം, ദൃഢപ്രതിജ്ഞ, കഠിനാധ്വാനം ചെയ്യുക എന്നുള്ളതാണ് ബാബു മാസ്റ്റർ പറഞ്ഞു വെക്കുന്നത്.